മധുരം കഴിക്കണം ഇന്നൊന്നാം തീയല്ല, മധുരം കഴിക്കണം നാളെ എൻ്റെ ബർത്ത്ഡേയാ. എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ശബ്ദം അത്രയ്ക്ക് സ്വീറ്റൊന്നുമല്ല. ഓരോ വീഡിയോസ് കാണുമ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും, ഇവരെത്ര സ്വീറ്റായിട്ടാണ് സംസാരിക്കുന്നത്, നമുക്ക് കേട്ടിരിക്കാൻ തോന്നും. പക്ഷെ അങ്ങനെ ഒരു കാര്യം പോലും എൻ്റെ വീഡിയോയിലില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. എൻ്റെ ഈ ശബ്ദത്തിനോട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ലഡു. ആദ്യമായിട്ടാണ് ഞാൻ ക്യാരറ്റ് ലഡു കഴിക്കുന്നത്. അത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയത്. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ഇത് ആയി വരും എന്നുള്ള കാര്യം ആലോചിച്ച്. പക്ഷെ നല്ല രീതിക്ക് തന്നെ ക്യാരറ്റ് ലഡു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും അറിഞ്ഞൂടാ ഗൈസ്, എന്താണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോസ് എടുക്കുമ്പോൾ സംസാരിക്കേണ്ടതെന്നും എങ്ങനെ ഇത് ഷൂട്ട് ചെയ്യണം, എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എൻ്റെ വീഡിയോസിന് വ്യൂവേഴ്സും ഇല്ലാത്തത്. ആകെപ്പാടെ 3 പേര് മാത്രമേ കാണത്തുള്ളൂ. അന്ന് ഞാൻ തന്നെയാണ് ഒരു ഫോണിൽ കൂടെ വീഡിയോ ഒക്കെ കാണുന്നത്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ലക്ഷ്യം 20 വീഡിയോസ് എങ്കിലും ഇടണമെന്നാണ്. 20 വീഡിയോസും ഇട്ടിട്ട് ഒരു വ്യൂവേഴ്സും കൂടുന്നില്ലെങ്കിൽ ഞാനിതിവിടെ വെച്ച് നിർത്തുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് സഹകരിക്കണമെന്ന് എനിക്ക് പറയാനുണ്ട്. ഹാർഡ് വർക്കിന് എന്തെങ്കിലും തിരിച്ച് സക്സസ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ 20 വീഡിയോസ് വരെ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും തന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും എങ്ങനെയുണ്ട്, സുഖമാണോ? ഈ വീഡിയോസ് എങ്ങനെ എടുക്കണം, എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. വോയിസ് കുറച്ചുകൂടെ സ്വീറ്റ് ആവാൻ എന്തെങ്കിലും ആപ്പുണ്ടോ, അതുകൂടെ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ എൻ്റെ ലക്ഷ്യം 20 വീഡിയോസ്. ഞാൻ ഈ പറയുന്നത് കേട്ട് എന്നെ ആരും ചീത്ത വിളിക്കല്ലേ. എനിക്ക് അറിഞ്ഞുകൂടാ, സത്യമായിട്ടും എനിക്കറിഞ്ഞൂടാ എന്തുവാ വീഡിയോസ് എടുക്കുമ്പോൾ പറയേണ്ടതെന്ന്. ഇവർ ഈ ഷോർട്സിനകത്തൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ആലോചിക്കും, ഇവർക്ക് എങ്ങനെ ഇത് കണ്ടൻറ്റ് കിട്ടുമെന്ന് പറയാനുള്ളത്. എനിക്കൊരു അതിശയമാണ്. അവരുടെ കൂട്ടാവാൻ ഞാൻ ശ്രമിക്കും. തുടർന്നുള്ള വീഡിയോയിൽ മെച്ചപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം.